നാട്ടിൽ ക്ലൈമറ്റ് മോശമാണെന്നറിയാം, നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് നമ്മുടെ റെസിപ്പി എങ്ങനെ ചെയ്തെന്ന് നോക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അടിപൊളി അപ്പമാണ് കേട്ടോ. അതായത് നമ്മുടെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും നല്ല സൂപ്പറായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു എന്തൊക്കെയാണ് പറയുന്നത്, ഈ ഒരു റെസിപ്പി ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്നെന്ന് വെച്ചാൽ സ്വീറ്റ് വെർഷനായിരുന്നു ചെയ്തത്. മധുരമൊക്കെ ഇട്ടിട്ട് ഒരു പാൻകേക്ക് സ്റ്റൈലായിരുന്നു ചെയ്തത്. അതിന് കറിയൊന്നും വേണ്ടായിരുന്നു. സെയിം തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്, പക്ഷേ അത് സ്വീറ്റ് അല്ല. ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് വെള്ളയപ്പമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കറി ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പത്തിന് മാച്ചാവുന്ന എല്ലാ കറിയും ഇതിനും മാച്ചാവും. അപ്പോൾ ഈ ഒരു സിമ്പിൾ വെറൈറ്റി റെസിപ്പി ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട്. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് പുളിപ്പിച്ചെടുത്ത് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഒത്തിരി ചൂടുള്ള വെള്ളം ആവരുത്, തിളച്ച വെള്ളമൊന്നും ആവാൻ പാടില്ല. ലൈറ്റായിട്ടുള്ള ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതേപോലെ ഈസ്റ്റ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമുക്കിപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാൻ പോകുന്ന പാക്കറ്റിൽ അത് നോക്കിയെടുക്കുക. എക്സ്പയറി ഡേറ്റ് കഴിയാൻ പോകുന്ന ഈസ്റ്റൊന്നും എടുക്കരുത്. അത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല, അതിൻ്റെ ആ ഒരു ഗുണമൊക്കെ പോയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് ഈസ്റ്റ് അവിടെ നിന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മാവ് കലക്കിയെടുത്ത് വയ്ക്കാം. 2 കപ്പ് ഗോതമ്പ് മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് മാവിലേക്ക് സാധാരണ വെള്ളം, നമ്മുടെ പച്ചവെള്ളമില്ലേ, റൂം ടെമ്പറേച്ചറിലൊക്കെ ഉള്ള സാധാരണ വീട്ടിലെ വെള്ളം, അതൊഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിന് മുന്നേയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ മാവൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഹാൻഡ് ബ്ലെൻഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും കട്ടയില്ലാണ്ട് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനൊരു മുട്ടയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മണിക്കൂറിലോ 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതേപോലെ നമ്മുടെ ആ ഒരു ഇട്ട് വെച്ചിരുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ, ആ ഈസ്റ്റ് ഇതേപോലെ ഒന്ന് പൊളിച്ച് പൊങ്ങി വരും. പത മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും. ഇനിയിപ്പം ഇട്ട് കൊടുത്ത ഈസ്റ്റ് അത് പൊങ്ങിയിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിന് ആ ഒരു ഗുണം ഉണ്ടാവില്ല. അത് പിന്നെ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഉപയോഗിച്ചാലും നമ്മുടെ അപ്പം അങ്ങനെ സോഫ്റ്റ് ആകാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നോക്കി തന്നെ വാങ്ങണം കേട്ടോ. അത് ഇപ്പം നമ്മുടെ ഈസ്റ്റൊക്കെ അത്യാവശ്യം പതയോട് കൂടിയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് കലക്കിയിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈസ്റ്റും ഈ ഒരു മുട്ടയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. ദോശയുടെ ഇഡ്ഡലിയുടെ മാവിൻ്റെ പരുവൊന്നുമല്ല, നമ്മുടെ സാധാരണ വെള്ളയപ്പത്തിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ലൂസായിട്ട് വീഴുന്ന ആ ഒരു പരുവം, അങ്ങനെ വേണം ഈ ഒരു മാവും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഈസ്റ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു, മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാവ് തിക്കായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടും മാവ് ഈ ഒരു പരുവത്തിൽ ഇത്രയും ലൂസായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പമൊക്കെ നമ്മൾ വെക്കുന്ന പോലെ തന്നെ ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെയും വെക്കണം. കാലാവസ്ഥയുടെ മാറ്റം അനുസരിച്ചിട്ട് ഇതിലും വ്യത്യാസം വരും കേട്ടോ. നല്ല ചൂട് സമയമാണെങ്കിൽ ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെയൊക്കെ മതിയായിരിക്കും, നല്ല വേനൽക്കാലത്ത്. അതല്ല തണുപ്പ് സമയത്താണെങ്കിൽ നമുക്കിത് 7 തൊട്ട് 8 മണിക്കൂർ വരെയും വേണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ കാണും ചെറിയ തരി പോലത്തെ ബബിൾസ് നിറഞ്ഞിട്ടുണ്ട്. വെള്ളയപ്പത്തിൻ്റെ മാവ് നമ്മൾ വെക്കുന്ന പോലെ ഇതങ്ങനെ പൊളിച്ച് പൊങ്ങി വരുമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ അതിൻ്റെ അകത്താണ് അത് എയർ ബബിൾസ് ഫുള്ളും നിറഞ്ഞിട്ടുണ്ടാവും. ഇതങ്ങനെ പൊങ്ങി വരുന്ന ഒരു മാവല്ല നമ്മുടെ ഗോതമ്പിൻ്റെ മാവ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മാവ് പൊളിച്ച് പരുവായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ ഉപ്പൊന്ന് അലിയുന്ന വരെ ഒന്ന് കലക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് നല്ലോണം ചൂടാവണം കേട്ടോ. നല്ലോണം ചൂടായ പാനിലേക്ക് വേണം ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചിട്ട് പരത്തൊന്നും വേണ്ട, ഇത് ലൂസായ മാവായതുകൊണ്ട് ഒഴിക്കുമ്പോൾ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ ഇതിങ്ങനെ പരന്ന് റൗണ്ടിൽ കിട്ടും. തവ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം ചൂടാവണം. ചൂടായതിന് ശേഷം ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക്, അല്ലെങ്കിൽ അത് സോഫ്റ്റ് ആവില്ല. ഇത് ഒഴിച്ച ഉടനെ തന്നെ മൂടി വെക്കണം. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ബബിൾസ് ഒന്ന് വരുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നത്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിം വേണം എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി തീ കുറച്ചിടല്, കൂട്ടിയും വയ്ക്കില്ല. തീ കുറച്ച് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോവും അടിഭാഗം. തീ കുറച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ പൊങ്ങി വരികയില്ല, ഇങ്ങനെ അമങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ സൂപ്പർ വെറൈറ്റി ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അപ്പം. ഇത് വെള്ളയപ്പൊന്നും പറയാൻ പറ്റില്ല, ഇതിൻ്റെ കളർ വെള്ളയല്ലല്ലോ അല്ലേ. നോക്ക്, ചുറ്റും ഫുള്ളും ഹോൾസ് ഒക്കെ ആയിട്ട് നടുക്ക് കുറച്ച് പൊങ്ങി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ഇത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്ത് നോക്കാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കാതാണ് ഉണ്ടാക്കുന്നത്. എണ്ണ വേണമെങ്കിൽ സൈഡിൽ കൂടി കുറച്ച് എണ്ണ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എണ്ണ ഒഴിക്കാനുണ്ടാക്കിയാലും ഇത്രയും നല്ല സോഫ്റ്റായിട്ടും ഇത്രയും നല്ല ലുക്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എണ്ണയുടെ ആവശ്യമില്ല. നോക്കൂ, നമ്മുടെ ഗോതമ്പ് അപ്പം റെഡിയായി. വെള്ളയപ്പം എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ഗോതമ്പ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫോ അല്ലെങ്കിൽ കടലക്കറി, സ്റ്റൂ, നമ്മൾ അപ്പത്തിന് ഉപയോഗിക്കുന്ന എന്ത് കറിയും ഇതിൻ്റെ കൂടെ മാച്ചാകും. അത്രയും സൂപ്പർ ടേസ്റ്റുള്ള നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളയപ്പത്തിനേക്കാളൊക്കെ ഒത്തിരി 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 സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് ഈ ഗോതമ്പപ്പം. ഒട്ടും ഒട്ടലില്ലാണ്ട് കിട്ടുകയും ചെയ്യും നമുക്കിത്. ഇതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഒത്തിരി സോഫ്റ്റായി ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉൾഭാഗമാണെങ്കിലും ശരിക്കും നമ്മുടെ അപ്പത്തിൻ്റെതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടലും ഇല്ലാത്ത ഒരു നല്ലൊരു അപ്പം ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ച ഈ ഒരു ഗോതമ്പ് പൊടി അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസൊക്കെ പറയുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഉടനെ തന്നെ വേറൊരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.